എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തു ആരോടാണ് പറഞ്ഞതെന്ന് ശ്രവിക്കാം. മത്തായി 9:29. അവൻ അവരുടെ കണ്ണു തൊട്ടു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഈ അദ്ധ്യായത്തിൽ തന്നെ അനുഗമിക്കുന്ന 2 അന്ധന്മാരെ യേശു കണ്ടുമുട്ടുന്നു. ദാവീദിന്റെ പുത്ര, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിക്കുന്നു. ദാവീദിന്റെ പുത്രൻ എന്ന അവരുടെ അഭിസംബോധന യേശുവിനെ വാഗ്ദത്ത മെശിഹായായി അംഗീകരിക്കുന്നു. യേശു അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു. യേശുവിന് അവരെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് അവർ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർ അവരുടെ വിശ്വാസം സ്ഥിരീകരിക്കുമ്പോൾ യേശു അവരുടെ കണ്ണുകളിൽ തൊട്ടു. മുകളിൽ പറഞ്ഞ വാക്യം പറഞ്ഞുകൊണ്ട് അവരെ സുഖപ്പെടുത്തുന്നു. അവരുടെ രോഗശാന്തി ഉടനടി. എന്നാൽ ഇത് സ്വകാര്യമായി സൂക്ഷിക്കാൻ യേശു അവരോട് നിർദ്ദേശിക്കുന്നു. എന്നിരുന്നാലും അവർ ആ വാർത്ത വ്യാപകമായി പ്രചരിപ്പിച്ചു. ഈ വാക്യം വിശ്വാസവും ദൈവിക പ്രവർത്തനവും തമ്മിലുള്ള ബന്ധത്തെ എടുത്തു കാണിക്കുന്നു. തൻ്റെ ശക്തിയിലുള്ള അന്ധന്മാരുടെ വിശ്വാസത്തെ യേശു അംഗീകരിക്കുന്നു. അവരുടെ രോഗശാന്തി അവരുടെ വിശ്വാസത്തോടുള്ള നേരിട്ടുള്ള പ്രതികരണമാണ്. വിശ്വാസം എന്നത് കേവലം ഭൗതികമായ സമ്മതമല്ലെന്നും ദൈവത്തിൻ്റെ കഴിവിലും ഇടപെടാനുള്ള സന്നദ്ധതയിലുമുള്ള വിശ്വാസവും ആശ്രയവും ഉൾപ്പെടുന്നുവെന്ന് അത് വെളിപ്പെടുത്തുന്നു. നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് എന്ന യേശുവിൻ്റെ പ്രസ്താവന അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സ്വീകരിക്കുന്നതിൽ വിശ്വാസം നിർണായക പങ്ക് വഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുന്നു. വിശ്വാസം മാത്രം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു എന്നല്ല, മറിച്ച് ദൈവശക്തി പ്രവർത്തിക്കാനുള്ള വാതിൽ തുറക്കുന്നു എന്നാണ്. വിശ്വാസം പ്രധാനമാണെങ്കിലും ആഗ്രഹിക്കുന്ന എല്ലാ ഫലങ്ങളും പ്രതീക്ഷിച്ചതുപോലെ സംഭവിക്കുമെന്ന് ഇതിനർത്ഥമില്ല. ദൈവത്തിൻ്റെ ഇഷ്ടവും ഉദ്ദേശവും പരമാധികാരമായി നിലകൊള്ളുന്നു. വിശ്വാസം നമ്മെ അവൻ്റെ പദ്ധതികളുമായി യോജിപ്പിക്കുന്നു. അന്ധന്മാർ വിശ്വസിക്കുക മാത്രമല്ല, യേശുവിനെ അനുഗമിച്ചും അവൻ്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ചും പ്രവർത്തിക്കുകയും ചെയ്തു. വിശ്വാസത്തിന് പലപ്പോഴും ദൈവത്തെ സജീവമായി പിന്തുടരേണ്ടത് ഉണ്ട്. ദൈവത്തിൻ്റെ ശക്തിയിലും വാഗ്ദാനങ്ങളിലും നാം വിശ്വസിച്ചുകൊണ്ട് നാം നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്തണം. ആത്മവിശ്വാസത്തോടെയും താഴ്മയോടെയും ദൈവത്തെ അന്വേഷിക്കുക. ശക്തിയുടെ ഉറവിടം തിരിച്ചറിയുക. വിവേകത്തോടെ പങ്കിടുക. സ്നേഹപിതാവേ, ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കാനും അവനെ ആത്മാർത്ഥമായി അന്വേഷിക്കാനും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുമുള്ള അവൻ്റെ കഴിവിൽ വിശ്വസിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ നമുക്ക് വിശ്വാസം വളർത്തിയെടുക്കാനും ദൈവത്തിൻ്റെ സാന്നിധ്യത്തോടും നമുക്ക് വേണ്ടിയുള്ള അവൻ്റെ പദ്ധതികളോടും പൊരുത്തപ്പെടാനും കഴിയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.